ഓം ശ്രീ സായിരാം. എല്ലാമായ സ്വാമിയുടെ തൃപ്പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് എല്ലാ സഹോദരി സഹോദരന്മാർക്കും ഭഗവാന്റെ പൂർണ്ണമായ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വാമി എവിടെയാണ് ഇരിക്കുന്നതെന്ന് ചോദിച്ചാൽ എല്ലാവരും ഇങ്ങനെ പറയാറുണ്ട്, ഇവിടെയാണ് ഇരിക്കണേന്ന് പറയാറുണ്ട്. ഉറപ്പിച്ച് പറയാൻ പറ്റുമോ ഇവിടെ സ്വാമിയുടെ നമുക്ക് പറയാൻ പറ്റുമോ? ഒരു ഡിവോട്ടി ഭഗവാനോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്, സ്വാമി എല്ലാ ഹൃദയങ്ങളും സ്വാമിയുടെയാണോ? അതെ. എല്ലാ ഹൃദയങ്ങളിലും ഭഗവാനുണ്ടോ? ഇല്ല. ചോദിച്ച ആൾക്ക് അത്ഭുതമായി. എല്ലാ ഹൃദയങ്ങളിലും ഭഗവാനുണ്ടോ? യെസ്. എല്ലാ ഹൃദയങ്ങളും സ്വാമിയുടെയാണോ? നോ. അപ്പം അതേ, സ്വാമി എന്താ അങ്ങനെ പറയാൻ കാരണം? സ്വാമി ഒരു ഉദാഹരണം പറഞ്ഞു കൊടുത്തു. നിങ്ങളൊരു കർഷകനാണെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് 10 ഏക്കർ സ്ഥലമുണ്ട്. 10 ഏക്കർ സ്ഥലവും നിങ്ങളുടെയാന്ന് പറഞ്ഞ് വിചാരിച്ചിട്ട് ആ കൃഷിസ്ഥലത്തുള്ള ചളിയിൽ പോയിരിക്കുമോ എന്ന് ചോദിക്കുകയാണ് ഇദ്ദേഹത്തിനോട്. അത് ഇല്ല സ്വാമി, എവിടെയാണ് നിങ്ങൾ ഇരിക്കുക? 10 ഏക്കർ നിങ്ങളുടെയാണ്, നിങ്ങൾ എവിടെ ഇരിക്കുക? സ്വാമി അവിടെ ഏതെങ്കിലും ഒരു വൃത്തിയുള്ള കല്ലുമയാണ് നമ്മൾ ഇരിക്കുക. 10 ഏക്കർ നിങ്ങളുടെയല്ലേ? അതെ. 10 ഏക്കറിലെ എല്ലാ സ്ഥലത്തും നിങ്ങളിരിക്കോ? ഇല്ല. അതുപോലെയാണ് എല്ലാ ഹൃദയങ്ങളും ഈശ്വരൻ്റെയാണ്. പക്ഷെ എല്ലാ ഹൃദയത്തിലും ഈശ്വരൻ ഇരുന്നു കൊള്ളലില്ല. കാരണം കർഷകൻ 10 ഏക്കറും തൻ്റെയാണെങ്കിൽ വൃത്തിയുള്ള സ്ഥലത്തിരിക്കുന്നത് പോലെ എല്ലാ ഹൃദയങ്ങളും സ്വാമിയുടേതാണെങ്കിലും സ്വാമി വൃത്തിയുള്ള ഹൃദയങ്ങളിൽ മാത്രമേ ഇരിക്കുള്ളൂ. അതുകൊണ്ടാണ് സ്വാമി പ്യൂരിറ്റി പറയുന്നത്, പരിശുദ്ധി വേണമെന്ന് പറയാനുള്ള കാരണം ഇതാണ്. കാരണം പരിശുദ്ധമായ ഹൃദയത്തിൽ മാത്രമേ സ്വാമിക്ക് വസിക്കാൻ പറ്റുള്ളൂ, സ്വാമിക്ക് ഇരിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മളുടെ ഹൃദയം പൂജാമുറി മാത്രം വൃത്തിയാക്കി വെച്ചാൽ പോരാ, പൂജാമുറിയുടെ ഫോട്ടോസ് മാത്രം തുടച്ചാൽ പോരാ. ആ ക്ലീനിങ് പ്രോസസ്സ്, വൃത്തിയാക്കുന്നുള്ള പ്രോസസ്സ് തുടങ്ങേണ്ടത് നമ്മുടെ അകത്ത് നിന്നാണ്. കാരണം ഈ അകത്താണ് ഭഗവാൻ ഇരിക്കുന്നതെന്ന് ഓർക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ ആവാൻ സ്വാമി നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജയ് സായി.